ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഓണത്തിലെ ഓണം വെക്കേഷന് KSRTC ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ആൻസർ എന്നുള്ളൊരു പോലെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓണം വെക്കേഷനും പിന്നെ നമുക്ക് ഈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകളെ കുറിച്ച് ഓരോ ഡിപ്പോ വൈസ് ആയിട്ട് നോക്കാം. നമുക്കിപ്പോൾ അടൂർ ഡിപ്പോയിൽ നിന്നാണ് ആദ്യത്തെ. അടൂർ ഡിപ്പോയിൽ നിന്ന് ആൽഫബറ്റിക് ഓർഡറിലാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. ആൽഫബറ്റിക് ഓർഡറിൽ ഡിപ്പോ വൈസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അടൂർ ഡിപ്പോയിൽ നിന്ന് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകൾ എന്ന് പറയുന്നത് ഇത്രയാണ്. ഗവി ട്രിപ്പുണ്ട്, പഞ്ചപാണ്ഡവയുണ്ട്, വാഗമണ്ണുണ്ട്, വേഗമുണ്ട്, മലക്കപ്പാറയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളിവിടെ ഡേറ്റ് നോക്കുക. ഈ ഡേറ്റിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്നാണെന്ന് നോക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോ അടൂർ ആണെങ്കിൽ ഈ നമ്പറിൽ, ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ ലഭിക്കും. പിന്നെ ട്രിപ്പിൻ്റെ ഐറ്റിനറി എങ്ങനെയാണ് പോകുന്നതിൻ്റെ പാക്കേജ് ഫെയർ എങ്ങനെയാണ്, അതിൻ്റെ പാക്കേജിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഷൻസ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അടൂർ ഡിപ്പോയിൽ നിന്ന് ഇത്രയും ട്രിപ്സ് ആണുള്ളത്. ഇനി ആലപ്പുഴ ഡിപ്പോയിൽ എന്ന് നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ നമുക്ക് കുറച്ചധികം ട്രിപ്പുകളുണ്ട്. സെപ്റ്റംബർ 8-ാം തീയതി ജംഗിൾ സഫാരി ഉണ്ട്. സെപ്റ്റംബർ 14-ാം തീയതി ചതുരംഗപ്പാറയുണ്ട്. 15-ാം തീയതി മലക്കപ്പാറയുണ്ട്. സെപ്റ്റംബർ 16-ന് ജംഗിൾ സഫാരി മൂന്നാറുണ്ട്. 17-ാം തീയതി മലക്കപ്പാറയുണ്ട്. മൂന്നാർ ട്രിപ്പുണ്ട്. ജംഗിൾ സഫാരി മാമലക്കണ്ടം വഴി പോകുന്ന ട്രിപ്പാണ് ജംഗിൾ സഫാരി എന്ന് പറയുന്നത്. 21 സെപ്റ്റംബറിനുണ്ട്. പിന്നെ 22-ാം തീയതി ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട് 28 സെപ്റ്റംബറിന്. മലക്കപ്പാറ 29 സെപ്റ്റംബറിനുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആലുവ ഡിപ്പോയിൽ നിന്ന് ഏതൊക്കെ ട്രിപ്പാണെന്ന് നോക്കാം. ആലുവ ഡിപ്പോയിൽ നിന്ന് ഇത്രയും ട്രിപ്പുകളാണുള്ളത്. 14-ാം തീയതി മാമലക്കണ്ടം ഉണ്ട്. 15-ാം തീയതി മാമലക്കണ്ടം ഉണ്ട്. 21-ാം തീയതി മാമലക്കണ്ടം മൂന്നാർ ട്രിപ്പുണ്ട്. 22-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 29-ാം തീയതി വീണ്ടും മാമലക്കണ്ടം ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്പർ നിങ്ങൾ ഇവിടെ നോക്കുക. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാവുന്നതാണ്. ഇനി അങ്കമാലി ഡിപ്പോയിൽ നിന്ന് നമുക്ക് 4 ട്രിപ്പുകളാണ് നിലവിൽ 5 ട്രിപ്പുകളാണ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. 14-ാം തീയതി ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. 16-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 17-ാം തീയതി സി അഷ്ടമുടി ട്രിപ്പുണ്ട്. 21-ാം തീയതി മാമലക്കണ്ടം ട്രിപ്പുണ്ട്. 28-ാം തീയതി ചതുരംഗപ്പാറ ട്രിപ്പ്. ഇത്രയും ട്രിപ്പുകളാണ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഓണം വെക്കേഷന് ഇതിൽ നിങ്ങൾക്ക് ചാർട്ട് നോക്കിയിട്ട് ഏതാണോ കൺവീനിയൻറ്റ് ഡേറ്റ് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ ചടയമംഗലം ഡിപ്പോ നോക്കുകയാണെങ്കിൽ ചടയമംഗലം ഡിപ്പോയിൽ നമുക്ക് ഇത്രയും ട്രിപ്പുകൾ 6 ട്രിപ്പുകളാണ് ചടയമംഗലം ഡിപ്പോയിൽ നിന്നുള്ളത്. 16-ാം തീയതി ഗവി ട്രിപ്പുണ്ട്. സെപ്റ്റംബർ 17-ന് സി കുട്ടനാട് ആലപ്പുഴ ട്രിപ്പുണ്ട്. 20-ാം തീയതി വാഗമൺ ട്രിപ്പുണ്ട്. 22-ാം തീയതി പൊന്മുടി ട്രിപ്പുണ്ട്. 29-ാം തീയതി ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. ഇനി നമുക്ക് ചാലക്കുടിയിൽ നിന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ചാലക്കുടിയിൽ നിന്ന് കുറച്ചധികം ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പോ ആണ്. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 1 മലക്കപ്പാറ ട്രിപ്പുണ്ട്. ഇതാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 1 മലക്കപ്പാറ ട്രിപ്പുണ്ട്. സെപ്റ്റംബർ 1 തന്നെ സി അഷ്ടമുടിയുണ്ട്. പഞ്ചപാണ്ഡവ ട്രിപ്പുണ്ട്. സെപ്റ്റംബർ 7-ന് മലക്കപ്പാറയുണ്ട്. 8-ന് മലക്കപ്പാറ ട്രിപ്പുണ്ട്. 8-ാം തീയതി തന്നെ ഇല്ലിക്കൽ കല്ല് ട്രിപ്പുണ്ട്. 14-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 14-ാം തീയതി തന്നെ മൂന്നാർ ട്രിപ്പുണ്ട്. 14-ാം തീയതി നെല്ലിയാമ്പതി ട്രിപ്പുണ്ട്. 15-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 15-ാം തീയതി മലക്കപ്പാറ 2 ബസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി മലക്കപ്പാറയുണ്ട്. 16-ാം തീയതി വട്ടവട ട്രിപ്പുണ്ട്. 16-ാം തീയതി വാഗമൺ ട്രിപ്പുണ്ട്. 17-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 17-ാം തീയതി ഇല്ലിക്കൽ കല്ല് ട്രിപ്പുണ്ട്. 21-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 21-ാം തീയതി തന്നെ ഒരു കൊളുക്കുമല ട്രിപ്പുണ്ട്. 22-ാം തീയതി മലക്കപ്പാറയുണ്ട്. 2 ബസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. 22-ാം തീയതി കാന്തല്ലൂർ ട്രിപ്പുണ്ട്. 22-ാം തീയതി സാഗർ റാണി ട്രിപ്പുണ്ട്. 28-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 29-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 29-ാം തീയതി ഗവി ട്രിപ്പുണ്ട്. 29-ാം തീയതി സൈലന്റ് വാലി ട്രിപ്പുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ മാസം പ്രത്യേകിച്ച് ഓണ അവധിക്കാലത്ത് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് ഏതൊക്കെ ട്രിപ്പുകളാണെന്ന് നോക്കാം. ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും ട്രിപ്പുകളാണ്. 8-ാം തീയതി ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. 15-ാം തീയതി മാമലക്കണ്ടം ട്രിപ്പുണ്ട്. 22-ാം തീയതി കുമ്പാവുരുട്ടി ട്രിപ്പുണ്ട്. 29-ാം തീയതി മാമലക്കണ്ടം ട്രിപ്പുണ്ട്.
നിലവിൽ ഇത്രയും ട്രിപ്പുകളാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ചാത്തന്നൂർ ഡിപ്പോയിൽ നോക്കുകയാണെങ്കിൽ ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് 10-ാം തീയതി ഗവിയുണ്ട്, 16-ാം തീയതി പഞ്ചപാണ്ഡവയുണ്ട്, 17-ാം തീയതി വാഗമണുണ്ട്, 21-ാം തീയതി ഇലവീഴ പൂഞ്ചിറ, 29-ാം തീയതി റോസ്മല. ഇത്രയും ട്രിപ്പുകളാണ് ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്നുള്ളത്. ഇനി ചേർത്തല ഡിപ്പോയിൽ നോക്കുകയാണെങ്കിൽ 7-ാം തീയതി ജംഗിൾ സഫാരി മൂന്നാറുണ്ട്. പിന്നെ 10-ാം തീയതി 2 പഞ്ചപാണ്ഡവ ദർശൻ പാക്കേജ് ഉണ്ട്. 17-ാം തീയതി മലക്കപ്പാറയുണ്ട്. 17-ാം തീയതി ജംഗിൾ സഫാരി മൂന്നാർ ട്രിപ്പുണ്ട്. 28-ാം തീയതി പഞ്ചപാണ്ഡവയുണ്ട്. 29-ന് മലക്കപ്പാറയുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് നിലവിൽ ചേർത്തല ഡിപ്പോയിൽ നിന്നുള്ളത്. ഇനി എടത്വ ഡിപ്പോയിൽ നോക്കുകയാണെങ്കിൽ 14-ാം തീയതി ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. 20-ാം തീയതി കാന്തല്ലൂർ, 22-ാം തീയതി വാഗമൺ പാക്കേജ് ഉണ്ട്. 22-ാം തീയതി തന്നെ മലക്കപ്പാറയുണ്ട്. 28-ാം തീയതി ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. 29-ാം തീയതി പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. ഇത്രയും ട്രിപ്പ് നമ്മൾ എടത്വ ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എറണാകുളം ഡിപ്പോയിലേക്ക് പോവുകയാണെങ്കിൽ 7-ാം തീയതി ചതുരംഗപ്പാറയുണ്ട്. 8-ാം തീയതി രാമക്കൽമേടുണ്ട്. 14-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 15-ാം തീയതി കാന്തല്ലൂർ ട്രിപ്പ്, 21-ാം തീയതി മാമലക്കണ്ടൻ ട്രിപ്പ്, 22-ാം തീയതി വാഗമൺ, 28-ാം തീയതി ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. 29-ാം തീയതി രാമക്കൽമേടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് എറണാകുളത്ത് നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എരുമേലി ഡിപ്പോയിലേക്ക് നോക്കുകയാണെങ്കിൽ എരുമേലി ഡിപ്പോയിൽ നിന്ന് ഞാൻ ഈ റൈറ്റ് സൈഡിൽ എല്ലാത്തിൻ്റെ റൈറ്റ് സൈഡിൽ നമ്പർ കൊടുത്തിട്ട് ബുക്കിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ നോക്കി വിളിക്കുക, അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ എരുമേലി ഡിപ്പോയിൽ നിന്ന് 8-ാം തീയതി ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. 22-ാം തീയതി സി അഷ്ടമുടിയുണ്ട്. 29-ാം തീയതി മാമലക്കണ്ടൻ ട്രിപ്പുണ്ട്. ഇനി ഹരിപ്പാട് ഡിപ്പോയിലേക്ക് നോക്കുകയാണെങ്കിൽ 7-ാം തീയതി കാന്തല്ലൂർ ട്രിപ്പുണ്ട്. 8-ാം തീയതി പൊന്മുടി ട്രിപ്പുണ്ട്. 8-ാം തീയതി തന്നെ ഒരു മലക്കപ്പാറ ട്രിപ്പുണ്ട്. 17-ാം തീയതി ഒരു തെന്മല ട്രിപ്പുണ്ട്. 20-ാം തീയതി ജംഗിൾ സഫാരി മൂന്നാർ ട്രിപ്പുണ്ട്. 21-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 22-ാം തീയതി തെന്മല ട്രിപ്പുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ണൂർ ഡിപ്പോയിലേക്ക് നോക്കാം. കണ്ണൂർ ഡിപ്പോയിൽ നോക്കുകയാണെങ്കിൽ 6-ാം തീയതി ഗവി ട്രിപ്പുണ്ട്. സെപ്റ്റംബർ 6-ന് തന്നെ വാഗമണുണ്ട്, മൂന്നാറുണ്ട്. 8-ാം തീയതി വയനാടുണ്ട്. സെപ്റ്റംബർ 8-ന് കോഴിക്കോടുണ്ട്. സെപ്റ്റംബർ 8-ന് പൈതൽമല. 8-ാം തീയതി റാണിപുരം. പിന്നെ 16-ാം തീയതി കോഴിക്കോട് ട്രിപ്പുണ്ട്. അത് ഓണം വെക്കേഷൻ ടൈമാണ്. 16-ന് മൂന്നാർ ട്രിപ്പുണ്ട്. 20-ാം തീയതി മൂന്നാർ ട്രിപ്പുണ്ട്. 20-ാം തീയതി ഗവി ട്രിപ്പുണ്ട്. 21-ാം തീയതി വയനാട് ട്രിപ്പുണ്ട്. 22-ാം തീയതി വയനാടുണ്ട്. 22-ാം തീയതി കോഴിക്കോടുണ്ട്. 24-ാം തീയതി മൂകാംബിക ട്രിപ്പുണ്ട്. 27-ാം തീയതി മൂന്നാർ ട്രിപ്പുണ്ട്. 29-ാം തീയതി പൈതൽമല ട്രിപ്പുണ്ട്. 29-ാം തീയതി റാണിപുരം ഉണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ഏതൊക്കെ ട്രിപ്പുകളാണെന്ന് നോക്കാം. കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് 7-ാം തീയതി പൊന്മുടി ഉണ്ട്. 8-ാം തീയതി നെഫ്രറ്റിറ്റി ഉണ്ട്. 10-ാം തീയതി പഞ്ചപാണ്ഡവ ട്രിപ്പുണ്ട്. 17-ാം തീയതി റോസ്മല ട്രിപ്പുണ്ട്. 18-ാം തീയതി ഇല്ലിക്കൽ കൽ ട്രിപ്പുണ്ട്. 19-ാം തീയതി പഞ്ചപാണ്ഡവ ട്രിപ്പുണ്ട്. 21-ാം തീയതി മൂന്നാർ ട്രിപ്പുണ്ട്. 24-ാം തീയതി വാഗമൺ. 25-ന് ഗവി. 28-ന് റോസ്മല. 29-ന് പൊന്മുടി. ഇത്രയും ട്രിപ്പാണ് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കട്ടപ്പന ഡിപ്പോയിൽ നോക്കാം. കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് 7-ാം തീയതി നെഫർറ്റിറ്റി ഉണ്ട്. 13-ാം തീയതി നെഫർറ്റിറ്റി. കൊച്ചിയിലുള്ളൊരു ആഡംബര ഷിപ്പിൻ്റെ പാക്കേജാണ് ഈ നെഫർറ്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ 1-ാം തീയതി ഈ 2 ട്രിപ്പാണ് കട്ടപ്പന എന്നുള്ളത്. ഇനി കിളിമാനൂർ ഡിപ്പോയിൽ നോക്കാം. 8-ാം തീയതി രാമക്കൽ മേട് പാക്കേജ് ഉണ്ട്. 8-ാം തീയതി തന്നെ നെഫർറ്റിറ്റി ഉണ്ട്. 16-ാം തീയതി വാഗമൺ ഉണ്ട്. 16-ാം തീയതി ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്. ഇലവീഴ പൂഞ്ചിറ 17 സെപ്റ്റംബറിന് ഓണം വെക്കേഷൻ ടൈമിലുണ്ട്. അടവി പാക്കേജ് ഉണ്ട് 18-ാം തീയതി. രാമക്കൽ മേട് 19-ാം തീയതി ഉണ്ട്. അതിരപ്പള്ളി പാക്കേജ് സെപ്റ്റംബർ 20-ാം തീയതി ഉണ്ട്. ഗുരുവായൂർ പാക്കേജ് ഉണ്ട് സെപ്റ്റംബർ 20-ന്. സെപ്റ്റംബർ 21-ന് ആനച്ചാടിക്കുത്ത് വാട്ടർഫാൾസ് പാക്കേജ് ഉണ്ട്. വാഗമണ്ണും 21-നാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇലവീഴ പൂഞ്ചിറ സെപ്റ്റംബർ 22-ാം തീയതി ഉണ്ട്. സെപ്റ്റംബർ 29-ന് അടവി പാക്കേജ് ഉണ്ട്. ഇത്രയും പാക്കേജുകളാണ് നിലവിൽ കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്.
ഇനി കൊല്ലം ഡിപ്പോയിൽ നിന്നുള്ള പാക്കേജുകൾ നോക്കാം. 7-ാം തീയതി ഗവി പാക്കേജ് ഉണ്ട്. നെഫർട്ടിറ്റി പാക്കേജും 7-ാം തീയതി തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചരീക്കൽ വാട്ടർഫാൾസ് അത് 8-ാം തീയതിയാണ്. സെപ്റ്റംബർ 8-ന് തന്നെ റോസ്മല പാക്കേജ് ഉണ്ട്. 12-ാം തീയതി പഞ്ചമണ്ഡപ പാക്കേജ്, 13-ാം തീയതി നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. 14-ാം തീയതി വാഗമൺ, 15-ന് പൊന്മുടി പാക്കേജ് ഉണ്ട്. 16-ന് മൂന്നാർ പാക്കേജ് ഉണ്ട്. 16-ന് തന്നെ കൊച്ചരീക്കൽ വാട്ടർഫാൾസ് പാക്കേജ് ഉണ്ട്. ഇല്ലിക്കൽക്കൽ പാക്കേജ് 17-ാം തീയതിയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. കുറ്റാലം പാക്കേജ് 17-ാം തീയതി ഉണ്ട്. വയനാട് പാക്കേജ് 18-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. റോസ്മല 18-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഗവി ട്രിപ്പ് 19-ാം തീയതിയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. 20-ാം തീയതി കൊച്ചരീക്കൽ വാട്ടർഫാൾസ് പാക്കേജ് ഉണ്ട്. 21-ാം തീയതി മൂന്നാറുണ്ട്. 21-ാം തീയതി പഞ്ചമണ്ഡപ പാക്കേജ് ഉണ്ട്. 22-ാം തീയതി പൊന്മുടി, 22-ാം തീയതി ഒരു കൊച്ചി പാക്കേജ് ഉണ്ട്. 28-ാം തീയതി ഗവി പാക്കേജ് ഉണ്ട്. 28-ാം തീയതി തന്നെ കൊച്ചരീക്കൽ വാട്ടർഫാൾസ് പാക്കേജ് ഉണ്ട്. പാനിയേൽ ഇപ്പോൾ ഒരു പാക്കേജ് സെപ്റ്റംബർ 29-ാം തീയതിയാണ്. പിന്നെ ഒരു പിൽഗ്രിം പാക്കേജ് 29-ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പാക്കേജുകളാണ് കൊല്ലം ഡിപ്പോയിൽ നിന്ന് നിലവിൽ സെപ്റ്റംബർ മാസം ഓണാവധിക്കാലത്ത് അതിനുശേഷമായിട്ട് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ഏതൊക്കെ ട്രിപ്പുകളാണെന്ന് നോക്കാം. സെപ്റ്റംബർ 7-ന് പഞ്ചപാണ്ഡവ ട്രിപ്പുണ്ട്. 8-ാം തീയതി കാന്തല്ലൂർ ട്രിപ്പുണ്ട്. 14-ാം തീയതി വട്ടവട, 21-ാം തീയതി ഇല്ലിക്കൽക്കൽ ട്രിപ്പുണ്ട്. 22-ാം തീയതി രാമക്കൽമേടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ ഓണാവധിക്കാലത്തും അതിനുശേഷമായിട്ട് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കോതമംഗലം ഡിപ്പോയിൽ നോക്കാം. കോതമംഗലത്ത് 7-ാം തീയതി മാമലക്കണ്ടം ട്രിപ്പുണ്ട്. മലക്കപ്പാറ ട്രിപ്പും അന്ന് തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. 8-ാം തീയതി മാമലക്കണ്ടം ഉണ്ട്. 8-ാം തീയതി ഇല്ലിക്കൽക്കൽ ട്രിപ്പുണ്ട്. 14-ാം തീയതി മാമലക്കണ്ടം ട്രിപ്പുണ്ട്. 14-ാം തീയതി തന്നെ ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. മാമലക്കണ്ടം ട്രിപ്പ് 15-ാം തീയതി ഉണ്ട്. ചതുരംഗപ്പാറ 15-ാം തീയതി ഉണ്ട്. 19-ാം തീയതി സി അഷ്ടമുടി ട്രിപ്പുണ്ട്. 21-ാം തീയതി മാമലക്കണ്ടം ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. 21-ാം തീയതി ഇല്ലിക്കൽക്കൽ ട്രിപ്പുണ്ട്. 22-ാം തീയതി മാമലക്കണ്ടം ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നു. 22-ാം തീയതി തന്നെ ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. 28-ാം തീയതി മാമലക്കണ്ടം ട്രിപ്പുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് കോതമംഗലം ഡിപ്പോയിൽ നിന്ന് നിലവിൽ ഓണാവധിക്കാലത്തും അതിനുശേഷമായിട്ട് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കോട്ടയം ഡിപ്പോയുടെ ചാർട്ട് നോക്കാം. 7-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. 8-ാം തീയതി സി അഷ്ടമുടി ചാർട്ട് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി നെഫർട്ടിറ്റി ചാർട്ട് ചെയ്തിട്ടുണ്ട്. 17-ാം തീയതി സി അഷ്ടമുടി ഉണ്ട്. 19-ാം തീയതി മൂന്നാർ ട്രിപ്പുണ്ട്. 21-ാം തീയതി രാമക്കൽമേട് ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. 29-ാം തീയതി അഞ്ചുരുളി ട്രിപ്പുണ്ട്. ഇത്രയാണ് കോട്ടയം ഡിപ്പോയിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകൾ. ഇനി കോഴിക്കോട് ഡിപ്പോയിൽ നോക്കാം. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് 7-ാം തീയതി മൂന്നാർ ട്രിപ്പുണ്ട്. 8-ാം തീയതി ജാനകിക്കാട്, 8-ാം തീയതി തന്നെ മലക്കപ്പാറയുണ്ട്. ദശാവതാര ടെമ്പിൾസ് ഉണ്ട്. മലമ്പുഴയുണ്ട്. ഇത്രയും 4 ട്രിപ്പ് 8-ാം തീയതി തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. 13-ാം തീയതി വാഗമൺ ഉണ്ട്. 16-ാം തീയതി മൂന്നാർ ട്രിപ്പുണ്ട്. പൈതൽമല ട്രിപ്പുണ്ട് 16-ാം തീയതി. 17-ാം തീയതി ജാനകിക്കാട്, 20-ാം തീയതി മൂകാംബിക ട്രിപ്പ് കോഴിക്കോട് ഡിപ്പോയിൽ നിന്നുണ്ട്. 21-ാം തീയതി ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്. 21-ാം തീയതി വയനാട്, 22-ന് മലക്കപ്പാറയും നെല്ലിയാമ്പതിയും ചാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദശാവതാര ടെമ്പിൾസും 22-ന് തന്നെ ഉണ്ട്. 27-ാം തീയതി വാഗമൺ ട്രിപ്പ് ഉണ്ട് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന്. 28-ാം തീയതി മൂന്നാർ, 29-ാം തീയതി ജാനകിക്കാട്, 29-ാം തീയതി തന്നെ പൈതൽമല, സെയിം ഡേ തന്നെ മലമ്പുഴ പാക്കേജും ഉണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ഓണാവധിക്കാലത്തും അതിനുശേഷമായിട്ട് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കുമളി ഡിപ്പോയിൽ നിന്ന് ഒരു ട്രിപ്പ് മാത്രമേ ചാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് നെഫർട്ടിറ്റി ട്രിപ്പാണ്. 28 സെപ്റ്റംബറിനാണ് ഈ നെഫർട്ടിറ്റി ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മലപ്പുറം ഡിപ്പോയിൽ നിന്ന് 8-ാം തീയതി നെല്ലിയാമ്പതി ട്രിപ്പുണ്ട്. 15-ാം തീയതി ചതുരംഗപ്പാറ, 16-ാം തീയതി വേഗ ആലപ്പുഴ ട്രിപ്പുണ്ട്. 17-ാം തീയതി കണ്ണൂർ, 18-ാം തീയതി ജംഗിൾ സഫാരി മൂന്നാർ ട്രിപ്പുണ്ട്. 21-ാം തീയതി കാന്തല്ലൂർ ട്രിപ്പുണ്ട്. 22-ാം തീയതി സൈലന്റ് വാലി ട്രിപ്പുണ്ട്. 29-ാം തീയതി ഒരു മലക്കപ്പാറ ട്രിപ്പ് കൂടിയുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് മലപ്പുറം ഡിപ്പോയിൽ നിന്ന് ഈ മാസം ഓണാവധിക്കാലത്ത് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മാവേലിക്കര ഡിപ്പോ ഒന്ന് നോക്കാം. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് 8-ാം തീയതി വാഗമൺ ട്രിപ്പുണ്ട്. 11-ാം തീയതി പഞ്ചപാണ്ഡവ, 18-ാം തീയതി റോസ്മല, 19-ാം തീയതി പൊന്മുടി, 20-ാം തീയതി ഗവി ട്രിപ്പുണ്ട്. 20-ാം തീയതി തന്നെ മറയൂർ ട്രിപ്പും ഉണ്ട്.
21-ാം തീയതി സി അഷ്ടമുടി പാക്കേജ് ഉണ്ട്. 22-ാം തീയതി മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. 22-ാം തീയതി തന്നെ നെഫർട്ടിറ്റി പാക്കേജും ചാർട്ട് ചെയ്തിട്ടുണ്ട്. 28-ന് ഒരു ഗുരുവായൂർ ട്രിപ്പ് മാവേലിക്കരയിൽ നിന്നുണ്ട്. 29-ന് വാഗമൺ ട്രിപ്പ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ഓണാവധിക്കാലത്ത് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ മൂന്നാർ ഡിപ്പോയിലേക്ക് വരികയാണെങ്കിൽ, മൂന്നാർ ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് 7-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. 8-ാം തീയതി ചതുരംഗപ്പാറ, 9-ാം തീയതി മൂന്നാർ സൈറ്റ് സീയിങ്, 10-ാം തീയതി കാന്തല്ലൂർ പാക്കേജ്, 11-ാം തീയതി ചതുരംഗപ്പാറ, 12-ാം തീയതി മൂന്നാർ സൈറ്റ് സീയിങ്, 13-ാം തീയതി കാന്തല്ലൂർ, 14-ാം തീയതി ചതുരംഗപ്പാറ, 15-ാം തീയതി മൂന്നാർ സൈറ്റ് സീയിങ്, 16-ാം തീയതി കാന്തല്ലൂർ, 17-ാം തീയതി ചതുരംഗപ്പാറ, 18-ാം തീയതി മൂന്നാർ സൈറ്റ് സീയിങ്, 19-ാം തീയതി കാന്തല്ലൂർ, 20-ാം തീയതി ചതുരംഗപ്പാറ, 21-ാം തീയതി മൂന്നാർ സൈറ്റ് സീയിങ്, 22-ാം തീയതി കാന്തല്ലൂർ, 23 ചതുരംഗപ്പാറ, 24 മൂന്നാർ സൈറ്റ് സീയിങ്, 25 കാന്തല്ലൂർ, 26 ചതുരംഗപ്പാറ, 27 മൂന്നാർ സൈറ്റ് സീയിങ്, 28 കാന്തല്ലൂർ, 29 ചതുരംഗപ്പാറ, 30 മൂന്നാർ സൈറ്റ് സീയിങ്. അപ്പം മെയിനായിട്ട് ആ മൂന്നാർ ലൊക്കാലിറ്റിയിലുള്ള സൈറ്റ് സീയിങ് ലൊക്കേഷൻസ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാന്തല്ലൂർ, ചതുരംഗപ്പാറ, മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റൂട്ട്. അപ്പോൾ ഇത് നിങ്ങൾ മൂന്നാറിലേക്ക് ട്രിപ്പ് ചാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ഇതിലേതെങ്കിലും ഒരു ബസ്സിൽ കണക്ട് ചെയ്ത് അവിടെയുള്ള സൈറ്റ് സീയിങ് ആസ്വദിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നേരെ മൂവാറ്റുപുഴ ഡിപ്പോ നോക്കാം. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് 4 ട്രിപ്പുകളാണ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. 8-ാം തീയതി മലക്കപ്പാറ, 14-ാം തീയതി ചതുരംഗപ്പാറ, 22-ാം തീയതി മാമലക്കണ്ടം, 29-ാം തീയതി അഞ്ചുരുളി. ഇനി നെടുമങ്ങാട് ഡിപ്പോയിലേക്ക് പോവുകയാണെങ്കിൽ 5 ട്രിപ്പുകളാണ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. 8-ാം തീയതി റോസ്മല, 10-ാം തീയതി പഞ്ചപാണ്ഡവ, 17-ാം തീയതി വാഗമൺ, 22-ാം തീയതി അടവി, 29-ാം തീയതി മലക്കപ്പാറ. ഇത്രയും ട്രിപ്പുകളാണ് നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ നെയ്യാറ്റിൻകര ഡിപ്പോയിലേക്ക് പോവുകയാണെങ്കിൽ 8-ാം തീയതി പൊന്മുടി ചാർട്ട് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി പഞ്ചപാണ്ഡവ, 17-ാം തീയതി വാഗമൺ, 18-ാം തീയതി പൊന്മുടി, 21-ാം തീയതി തെന്മല, 22-ാം തീയതി പഞ്ചപാണ്ഡവ, 27-ാം തീയതി മലക്കപ്പാറ, 28-ാം തീയതി പഞ്ചപാണ്ഡവ, 29-ാം തീയതി പൊന്മുടി. ഇത്തരം ട്രിപ്പുകളാണ് നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ നിലമ്പൂർ ഡിപ്പോ നോക്കുകയാണെങ്കിൽ നിലമ്പൂർ ഡിപ്പോയിൽ 5 ട്രിപ്പുകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. 9-ാം തീയതി മലക്കപ്പാറ, 16-ാം തീയതി വാഗമൺ, 19-ാം തീയതി നെഫർട്ടിറ്റി, 21-ാം തീയതി ജംഗിൾ സഫാരി മൂന്നാർ ട്രിപ്പ്, 29-ാം തീയതി നെല്ലിയാമ്പതി. നമ്മൾ നോർത്ത് പറവൂർ നോക്കുകയാണെങ്കിൽ 8-ാം തീയതി മലക്കപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. 14-ാം തീയതി മാമലക്കണ്ടം, 15-ാം തീയതി നോർത്ത് പറവൂരിൽ ചതുരംഗപ്പാറ, 22-ാം തീയതി ചതുരംഗപ്പാറ, 29-ാം തീയതി ചതുരംഗപ്പാറ. ഇത്രയും ട്രിപ്പുകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പാലക്കാട് വരികയാണെങ്കിൽ പാലക്കാട് നിന്ന് 8-ാം തീയതി നെല്ലിയാമ്പതി ഉണ്ട്, 14-ാം തീയതി മലക്കപ്പാറ, 17-ാം തീയതി നെഫർട്ടിറ്റി, 21-ാം തീയതി പഞ്ചപാണ്ഡവ, 22-ാം തീയതി സൈലന്റ് വാലി, 28-ാം തീയതി മൂന്നാർ, 29 സൈലന്റ് വാലി, 29-ാം തീയതി തന്നെ നെല്ലിയാമ്പതി ട്രിപ്പും ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ നിലവിൽ പാലക്കാട് ഡിപ്പോയിൽ നിന്നുള്ള ട്രിപ്പുകൾ. പന്തളം ഡിപ്പോയിലേക്ക് വരികയാണെങ്കിൽ 2 ട്രിപ്പുകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. 10-ാം തീയതി പഞ്ചപാണ്ഡവയും 29-ാം തീയതി ഒരു ഗവി ട്രിപ്പും ചാർട്ട് ചെയ്തിട്ടുണ്ട്. പാപ്പനംകോട് ഡിപ്പോയിലേക്ക് വരികയാണെങ്കിൽ 14-ാം തീയതി വാഗമണ്ണുണ്ട്, 16-ാം തീയതി ഒരു മറയൂർ ട്രിപ്പുണ്ട്, 17-ാം തീയതി അടവി കുമ്പാവുരുട്ടി പാക്കേജ് ഉണ്ട്, 19-ാം തീയതി സി അഷ്ടമുടി പാക്കേജ് ഉണ്ട്, 22-ാം തീയതി സി കുട്ടനാട് ആലപ്പുഴ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും 5 ട്രിപ്പുകളാണ് നിലവിൽ പാപ്പനംകോട് ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പാറശാല ഡിപ്പോ നോക്കുകയാണെങ്കിൽ 2 ട്രിപ്പാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് 28-ാം തീയതി ഗവി ട്രിപ്പുണ്ട്, 29-ാം തീയതി അടവി കുമ്പാവുരുട്ടി പാക്കേജ് ഉണ്ട്. നമ്മൾ നേരെ പത്തനംതിട്ട ഡിപ്പോയിലേക്ക് വരികയാണെങ്കിൽ 8-ാം തീയതി ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്, 8-ാം തീയതി ഒരു ഗവി പാക്കേജ് ഉണ്ട്, 14-ാം തീയതി ചതുരംഗപ്പാറ ഉണ്ട്, 14-ാം തീയതി തന്നെ ഒരു ഗവി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്, 17-ാം തീയതി വേഗ ആലപ്പുഴ ട്രിപ്പ് ഉണ്ട്, 18-ാം തീയതി പൊന്മുടി പാക്കേജ് ഉണ്ട്, 18-ാം തീയതി ജംഗിൾ സഫാരി മൂന്നാർ പാക്കേജ് ഉണ്ട്, 19-ാം തീയതി രാമക്കൽ മേട് പാക്കേജ് ഉണ്ട്, 20-ാം തീയതി സി അഷ്ടമുടി പാക്കേജ്, 20-ാം തീയതി ഗവി പാക്കേജ് ഉണ്ട്, 21-ാം തീയതി വാഗമൺ പാക്കേജ്, 23-ാം തീയതി ഗവി പാക്കേജ്, 29-ാം തീയതി ഒരു ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. ഇത്രയാണ് പത്തനംതിട്ട ഡിപ്പോയിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്സ്. ഇനി നമ്മൾ നേരെ വയനാട് സുൽത്താൻ ബത്തേരി നോക്കുകയാണെങ്കിൽ അവിടുന്ന് മിക്കവാറും ഉള്ളത് ജംഗിൾ സഫാരി
അതായത് ഫോറസ്റ്റിനകത്തേക്ക് പോകുന്ന ഒരു ജംഗിൾ സഫാരി ബസ്സിനകത്തുള്ളൊരു യാത്രയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഡേറ്റ് നോക്കുക. ആ ഡേറ്റിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കും. അപ്പോൾ ഇത് ജംഗിൾ സഫാരി ട്രിപ്പ് കൂടാതെ പിന്നെ 9th ഒരു മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ജംഗിൾ സഫാരിയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഡേറ്റ് നോക്കി എടുക്കുക. മൈസൂർ ട്രിപ്പ് 23-ാം തീയതിയും ഒരു മൈസൂർ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ജംഗിൾ സഫാരിയാണ്. ഇത്രയും ട്രിപ്പുകളാണ് വയനാട് സുൽത്താൻ ബത്തേരി കേന്ദ്രീകരിച്ച് ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി തിരുവല്ല ഡിപ്പോ നോക്കുകയാണെങ്കിൽ നമുക്ക് 8-ാം തീയതി ഒരു വാഗൺ പാക്കേജ് ഉണ്ട്, 11-ാം തീയതി പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്, 17-ാം തീയതി സി അഷ്ടമുടി, 17-ാം തീയതി ഒരു മലക്കപ്പാറ പാക്കേജ് ഉണ്ട്, ഗവി പാക്കേജും 17-ന് ഉണ്ട്. 21-ാം തീയതി മൂന്നാർ പാക്കേജാണ്, 22-ാം തീയതി ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്, 26-ാം തീയതി ഗവി, 29-ാം തീയതി നെഫർട്ടിറ്റി. ഇത്രയും പാക്കേജിലാണ് തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ഓണാവധിക്കാലത്തും അതിനുശേഷമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി തൊടുപുഴ ഡിപ്പോയിലേക്ക് നോക്കുകയാണെങ്കിൽ 11-ാം തീയതി ഒരു പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്, 20-ാം തീയതി നെഫർട്ടിറ്റി ഉണ്ട്, 29-ാം തീയതി പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. നമുക്ക് തൃശ്ശൂർ ഡിപ്പോ നോക്കാം. തൃശ്ശൂർ ഡിപ്പോയിൽ 8-ാം തീയതി കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്, 11-ാം തീയതി പഞ്ചപാണ്ഡവ, 16-ാം തീയതി മലക്കപ്പാറ 2 ബസ്സുണ്ട്, 18-ാം തീയതി നെഫർട്ടിറ്റി ഉണ്ട്, 21-ാം തീയതി സാഗർ റാണി, 22-ാം തീയതി നെല്ലിയാമ്പതി ട്രിപ്പുണ്ട്, 29-ാം തീയതി സാഗർ റാണി ട്രിപ്പുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് നിലവിൽ തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നോക്കുകയാണെങ്കിൽ 14-ാം തീയതി സി അഷ്ടമുടി ഉണ്ട്, 21-ാം തീയതി സി കുട്ടനാടുണ്ട്, 28-ാം തീയതി പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്, 30-ാം തീയതി നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വൈക്കം ഡിപ്പോ നോക്കാം. വൈക്കം ഡിപ്പോയിൽ നിന്ന് 8-ാം തീയതി സെപ്റ്റംബർ 8-ാം തീയതി ഒരു മലക്കപ്പാറ പാക്കേജ് ഉണ്ട്, 14-ാം തീയതി കാന്തല്ലൂർ ഉണ്ട്, 15-ാം തീയതി വട്ടവട, 21-ാം തീയതി ട്രിവാൻഡ്രം പാക്കേജ്, 22-ന് ചതുരംഗപ്പാറ, 28-ന് കാട്ടിൽ മേക്കതിൽ പാക്കേജ്, 29-ാം തീയതി ജംഗിൾ സഫാരി വയനാട് പാക്കേജ്. ഇത്രയാണ് വൈക്കം ഡിപ്പോ എന്നുള്ളത്. ഇനി വെള്ളറട ഡിപ്പോ നോക്കുകയാണെങ്കിൽ വെള്ളറട എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തുള്ളൊരു ഡിപ്പോ ആണ്. അവിടുന്ന് അതിനടുത്ത് നിന്നുള്ളവർക്ക് അതിൽ കണക്ട് ചെയ്യാം. 14-ാം തീയതി പൊന്മുടി പാക്കേജ് ഉണ്ട്, 21-ാം തീയതി വാഗമൺ പാക്കേജ് ഉണ്ട്, 29-ന് പാലരുവി പാക്കേജ് ഉണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് വെള്ളറട ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ഉള്ള ട്രിപ്പുകൾ നോക്കാം. 9-ാം തീയതി ഇലവിഴ കുഞ്ചിറ പാക്കേജ് ഉണ്ട്, 19-ാം തീയതി രാമക്കൽമേട്. എല്ലാം ക്രിസ്മസ് വെക്കേഷൻ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം കണക്ട് ചെയ്ത് പോകാൻ പറ്റും. 20-ാം തീയതി വാഗമണ്ണുണ്ട്, 21-ാം തീയതി രാമക്കൽമേട്, 21-ാം തീയതി മൂന്നാർ, 22-ാം തീയതി കുമ്പാവുരുട്ടി, 29-ന് ഗുരുവായൂരും വാഗമണും ഉണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് നിലവിൽ വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ എല്ലാ ഡിപ്പോകളുടെയും ഏകദേശം ഓണാവധിക്കാലത്തും അതിന് ശേഷമായിട്ടുള്ള ട്രിപ്പുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ യാത്രകളിൽ പങ്കെടുത്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഈ ചാനലിലൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ യാത്രയുടെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് KSRTC റിലേറ്റഡ് കൂടുതൽ വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് അതാത് ടൈമിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.